വയനാട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച മമ്മൂട്ടി അപമാനിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ലെന്ന് മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. 2 തവണ വിളിച്ചെന്നും റഫീഖ് പറഞ്ഞു. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടണമെന്നും റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഫൈസൽ നെടുമ്പാല ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, മമ്മൂട്ടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുന്നതിനിടെയാണ് അദ്ദേഹം നേരിട്ട് റഫീഖിനെ വിളിച്ച് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ട്. എപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചത്? പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇതിന് ഉച്ചയോട് കൂടിയാണ് റഫീഖിനെ മമ്മൂട്ടി നേരിൽ വിളിക്കുന്നത്. ആദ്യം ഓഡിയോ കോളിലും പിന്നീട് വീഡിയോ കോളിലും സംസാരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റുമായി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ടൗൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ഒരു മാതൃക തന്നെയാണ് ടൗൺഷിപ്പ്. അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള വിവാദങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതടക്കമുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ചില കാര്യം, മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടണം. തന്നെ മനഃപൂർവ്വം മമ്മൂട്ടി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന തിക്കും തിരക്കും ഉണ്ടാകുന്നതിനിടയ്ക്ക് ഒരു ശ്രദ്ധ തന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒരു പൊതുപ്രവർത്തനം എന്നതിൽ ആ ഒരു ശ്രദ്ധ മാത്രമാണ് താൻ ചെലുത്തുന്നത്. എന്നാൽ മമ്മൂട്ടി ഈ വിഷയത്തിൽ ഇടപെടുന്നത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ഇടപെടലിനെ തുടർന്ന്, അതായത് ആ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് തന്നോട് പറഞ്ഞത് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ തുടർന്നുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് എന്തുകൊണ്ട് പോസിറ്റീവായി മാത്രം കാണുക എന്നതടക്കമുള്ള കാര്യമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റഫീഖ് പറയുന്നത്. ഫൈസൽ, ഒപ്പം അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ ചൂരൽമല ടൗൺഷിപ്പ് എന്ന് പറയുന്നത് കേരളം തലയോർത്ത് നിൽക്കുന്ന ഒരു അഭിമാന നിമിഷമാണ്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ അനാവശ്യമായ ഒരു വിവാദം കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ചുരൽമല മുണ്ടക്കായി ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പൂർത്തീകരിച്ച് വീടുകളുടെ താക്കോൽദാനമൊക്കെ കൈമാറി അതൊരു ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിന് ഒരു മാതൃകയായിക്കൊണ്ട് സർക്കാർ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുനരധിവാസ പദ്ധതിയാണ്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഒരു പദ്ധതിയെ പോലും അല്ലെങ്കിൽ ആ ഒരു നാട് മുഴുവൻ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിക്ക് കളങ്കം വരുത്തുന്ന അല്ലെങ്കിൽ അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് ഇത് വഴി മാറിപ്പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് ഇത് പോസിറ്റീവ് കാര്യമായി മാത്രം കാണുക, ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി ഒരു മഹാനടൻ വന്ന് കാണുന്നു. അത് നല്ല രീതിയിൽ മാത്രം പുറംലോകം അറിയുക അല്ലെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ചർച്ചയായി മാത്രം പുറംലോകത്തെ എത്തിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. അത് മാത്രമായിക്കൊണ്ട് തന്നെ ഈ ചർച്ച മുന്നോട്ട് പോകണം എന്നത് അടക്കമുള്ള കാര്യമാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതൊരു ചേർത്ത് നിർത്തലാണ്. അതിജീവനത്തിന്റെ പാതയിൽ കഴിഞ്ഞു വരുന്ന ഒരു സമൂഹത്തെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് ഇത്തരം വിവാദങ്ങളിലൂടെ അല്ല എന്നുള്ളത് അടക്കമുള്ള കാര്യമാണ് റഫീഖ് പറയുന്നത്.